ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് കോ നാമ ബന്ധ, ബന്ധം എന്നാൽ എന്ത്, അത് നമ്മുടെ വ്യക്തിബന്ധങ്ങള്, ഭാര്യ ഭർത്താവ്, കുട്ടികള്, സുഹൃത്തുക്കള്, റിലേറ്റീവ്സ്, ഇങ്ങനെ വരുന്ന ബന്ധങ്ങളെല്ലാം റിലേഷൻഷിപ്സ്. അതില് വേദാന്തത്തിൽ അതിനെ ബന്ധനം എന്ന് പറയും. ശരിയാണല്ലോ. ഈ ബന്ധം നമ്മൾ ആരോടെല്ലാം കണക്കാക്കുന്നുവോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അവരുടെ വിഷമങ്ങളിലോ നമുക്കും വിഷമം വരുന്നു. ഈ ബന്ധം എന്നൊരു സംഭവം നമ്മളുമായിട്ട് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ ബന്ധം, ഒരു അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ അത് കൂടുതൽ ബന്ധനമായിട്ട് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് കഥം ഏഷഹ ആഗതഃ എന്നൊരു ചോദ്യത്തിന്റെ മറുപടി, ഈ ബന്ധം എങ്ങനെ ഉണ്ടായി, ബന്ധനം എങ്ങനെ വന്നു എന്നുള്ളതിനും നമ്മൾ നോക്കി. അടുത്തതായിട്ട് കഥം പ്രതിഷ്ഠ അസ്യ, ഇതെങ്ങനെ ആണ്, ഇതെന്തിന്റെ ആധാരത്തിലാണ് ഇത് നിൽക്കുന്നത്, ഇതെന്ത് ആധാരത്തിലാണ് ഇത് നിൽക്കുന്നത്, ഇതിന്റെ പ്രതിഷ്ഠ എന്താണ്? ഈ ഒരു ഇരിക്കൽ, ഒരു ഇരിപ്പിടം, ഒരു ഉറപ്പിക്കൽ, ഒരു സ്ഥാനം, ഈ ബന്ധത്തിന്റെ സ്ഥാനം എവിടെ, എങ്ങനെ, സംസാരം എങ്ങനെ വേരൂന്നിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംസാരം എങ്ങനെ വേരൂന്നിരിക്കുന്നു, അതിനാണ് നമുക്ക് അടുത്ത ശ്ലോകമാണ് അതിലേക്ക് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ബീജം സംസൃതി ഭൂമിജസ്യ തു തമോ ദേഹാത്മധീരംഗുരഃ രാഗപല്ലവമംബു കർമ്മതു വപു സ്കന്ദോസവശാഖികാഃ അഗ്രാണീന്ദ്രിയ സംഹതിശ്ച വിഷയാഃ പുഷ്പാണി ദുഃഖം ഫലം നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം ഭോക്താത്ര ജീവ ഖഗഃ ബീജം സംസൃതി ഭൂമിജസ്യ തു തമോ ദേഹാത്മധീരംഗുരഃ രാഗപല്ലവമംബു കർമ്മതു വപു സ്കന്ദോസവശാഖികാഃ അഗ്രാണീന്ദ്രിയ സംഹതിശ്ച വിഷയാഃ പുഷ്പാണി ദുഃഖം ഫലം നാനാകർമ്മ സമുദ്ഭവം ബഹുവിധം ഭോക്താത്ര ജീവ ഖഗഃ. സംസാരം എങ്ങനെ നിലനിൽക്കുന്നു, ഇതിന്റെ പ്രതിഷ്ഠ എന്ത്, എത്രത്തോളം ദൃഢമായിട്ടിരിക്കുന്നു ഈ സംസാരം, എങ്ങനെ ഇത് വേരൂന്നിയിരിക്കുന്നു. ചില കാര്യങ്ങള് നമുക്ക് വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യമായിട്ട് മനസ്സിനൊന്നും അലയ്ക്കാതെ കണ്ടത് കടന്നു പോകും. ചിലതങ്ങനെയല്ല. ചില പ്രശ്നങ്ങള് നമ്മളെ വിട്ടു പോവുകയേയില്ല, നമ്മളിൽ അള്ളിപ്പിടിച്ചിരിക്കും. അതുപോലെ ഈ സംസാരം എപ്പോഴോ വന്നു, എപ്പോഴോ നമ്മളിൽ ആത്മാവിൽ സംസാരം വന്നു. ഇനി ഇതെപ്പോൾ പോകും അതും അറിയില്ല. ഇത് നന്നായിട്ട് വേരൂന്നിയാണ് ഈ സംസാരം ഇരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നൊരു ഉദാഹരണത്തിലൂടെ ശങ്കരാചാര്യസ്വാമികള് അത് പറഞ്ഞു തരുന്നു. ഉദാഹരണത്തിൽ കൂടെ അല്ലാതെ അത് മനസ്സിലാകില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ കൂടെ അത് പറഞ്ഞു തരികയാണ്. ശാസ്ത്രത്തില് സംസാരത്തെ ഒരു വലിയ മരത്തിനോട് ഉപമിച്ചാണ് ഇത് പറയുന്നത്. ഇത് ഭഗവത്ഗീതയിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. പക്ഷെ അത് ഇതിൽ നിന്ന് വിവേക ചൂടാമണിയിൽ ഇത് ഗംഭീരമായിട്ട് ആചാര്യസ്വാമി പറഞ്ഞിട്ടുണ്ട്. സംസാരത്തെ ഒരു വലിയ മരത്തിനോട് ഉപമിക്കുന്നുണ്ട്. ഭഗവത്ഗീതയില് അത് ഊർധമൂലം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിയർ ആയിട്ട് ഉണ്ട്. ഓരോ അംഗങ്ങളെയും പറഞ്ഞ് വർണ്ണിക്കുന്നുമുണ്ട്. ഭഗവത്ഗീതയിലും വർണ്ണിക്കുന്നുണ്ട് ഓരോ അംഗങ്ങളെയും പറഞ്ഞു.
ഇവിടെ ശങ്കരാചാര്യസ്വാമികള് അതിലെ മരത്തിലെ തടി, ഇലകള്, ഫലങ്ങള്, പൂവ്, അത് സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലം, ഇങ്ങനെയെല്ലാം സംസാരത്തുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വൃക്ഷത്തിലുള്ള എല്ലാത്തിനെയും പറയുകയാണ്. അപ്പോ ഒരു മരം എങ്ങനെ പ്രതിഷ്ഠയായിരിക്കുന്നുവോ എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു മരം പ്രതിഷ്ഠയായിരിക്കുന്നത് നമുക്കറിയാലോ. മരം എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു വിത്ത് നട്ട് രണ്ടാമത്തെ ദിവസം ഒരു മുള വന്നു എന്ന് കൂട്ടുക. അതെടുത്താൽ നമുക്ക് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് വരും. വിത്ത് നട്ടിട്ട് 2-3 ദിവസത്തിനകം നമ്മളത് എടുക്കുക, മുളച്ചു വന്നിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക്. എന്നാ 5 വർഷം കഴിഞ്ഞിട്ട് ഒരു വിത്ത് നട്ടു, 4-5 വർഷം കഴിഞ്ഞ് അതിനെ, ആ ചെടിയെ, അപ്പോഴേക്കും വലിയ ചെടിയായി കാണും. ആ ചെടിയെ എടുക്കണമെങ്കിൽ എളുപ്പമാണോ? അല്ല. അപ്പോ അത് വേരൂന്നിയിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പാടാണ്. വേര് കണ്ടമാനം പിടിച്ചിരിക്കുന്നു, അള്ളി പിടിച്ചിരിക്കുന്നു മണ്ണിനകത്ത്, വേരോടിയിട്ടുണ്ട് ധാരാളം എന്നൊക്കെ പറയും. നട്ട് 1-2 ദിവസത്തിനകം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പിന്നീട് എടുക്കാൻ വളർന്നു കഴിഞ്ഞ് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ആ ചെടിയെ പറിച്ചെടുക്കണമെങ്കിൽ എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് വിട്ടുപോരാൻ പ്രയാസമാണ് ആ ചെടി. എങ്ങനെയാണോ മണ്ണിൽ നിന്ന് വിട്ടുപോരാൻ പ്രയാസമായിരിക്കുന്നത്, അതുപോലെയാണ് സംസാരത്തിൽ നിന്ന് നമുക്കുള്ള മോചനം. എളുപ്പമല്ല. അവിടെയാണ് പ്രതിഷ്ഠയുടെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെയാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് അതറിയണ്ടേ? ബലപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ചെടിയെ 5-6 വർഷം കഴിഞ്ഞ് വലുതായ ചെടിയെ വലിച്ചെടുക്കാൻ പറ്റാത്തത് പോലെയുള്ള പ്രശ്നം വരുന്നത്. അപ്പോ അതിന് ഈ ശ്ലോകത്തില്, ഈ മുഴുവൻ ശ്ലോകത്തിൽ, ഇപ്പൊ പറഞ്ഞ ശ്ലോകത്തില് മരത്തിലെ 10 അംഗങ്ങളെയാണ് ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ എടുക്കുന്നത്. ഒരു വൃക്ഷത്തിലെ 10 അംഗങ്ങളെ എടുത്ത് ഓരോന്നായി വിവരിക്കുകയാണ്. നമ്മുടെ സംസാരവുമായി, ബന്ധനവുമായിട്ട് ആ ബന്ധനത്തിന്റെ പ്രതിഷ്ഠയെ ഈ വൃക്ഷത്തിലെ 10 അംഗങ്ങളെ എടുത്ത് അതൊരു ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ സംസാരവുമായിട്ടുള്ള ബന്ധത്തെ കാണിച്ചു തരുന്നു. മരത്തിലെ 10 അംഗങ്ങള് സംസാരത്തിലെ 10 അംഗങ്ങളായി കാണുന്നു. മരത്തിലെ 10 അംഗങ്ങളെ സംസാരവുമായിട്ട് ബന്ധപ്പെടുന്ന 10 അംഗങ്ങളായിട്ട് നമുക്ക് കാണാം. ബീജം സംസൃതി ഭൂമിജസ്യ തു തമഃ. ആദ്യത്തെ വരി. ബീജം സംസൃതി ഭൂമിജസ്യ തു തമഃ. സംസൃതി എന്ന് പറഞ്ഞാൽ സംസാരം. എന്താണ് സംസാരം? ജനിക്കുക, മരിക്കുക. ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ജനിക്കൽ, ജീവിക്കൽ, മരിക്കൽ. സംസൃതി, സംസാരം. സംസൃതി ഭൂമിജസ്യ. ഭൂമിജഹ എന്ന് പറഞ്ഞാൽ വൃക്ഷം അല്ലെങ്കിൽ മരം. ഭൂമിയിൽ പിറന്നത്, ഇതാണ് ഭൂമിജം. സരോജം വെള്ളത്തിൽ പിറഞ്ഞത്, പങ്കജം ചെളിയിൽ പിറന്നത്. ജ എന്ന് പറഞ്ഞാൽ പിറന്നത് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് സംസ്കൃതത്തിലെ ജ. അപ്പൊ ഭൂമിജഹ വൃക്ഷം, ഭൂമിയിൽ പിറന്നത് മരം. സംസൃതി സംസാരം. രണ്ടും തമ്മിലുള്ള ഒരു സംസാരം. ഒന്ന് ഇപ്പുറത്ത് മരം, അപ്പുറത്ത് സംസാരം. ഇനി ആദ്യത്തേത് എന്താണ്? ബീജം. ബീജം സംസൃതി ഭൂമിജസ്യ തു തമഃ. ബീജം എന്താണ്? വിത്ത്. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്, മരത്തിന്റെ വിത്ത്. സംസാരവുമായിട്ട് എവിടെയാണ് അതിന് വരിക? തമഹ. ബീജം തു തമഹ ആണ്. തമഹ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച 2 ശക്തിയില് ആവരണ ശക്തി. സംസാരത്തിന്റെ മൂല കാരണമാരാണ്? അജ്ഞാനം. അതായത് ആവരണ ശക്തിയാണ് മൂല കാരണം സംസാരത്തിന്. ഒരു വൃക്ഷത്തിന്റെ മൂല കാരണമാരാണ്? ബീജം അഥവാ വിത്ത്. അപ്പൊ ബീജം എന്നുള്ളതിന് തമഹ എന്നുള്ളതുമായിട്ട് ആണ് ആ സാദൃശ്യം പറയുന്നത്.
മരത്തിന് മൂലകാരണം വിത്ത് എന്നതുപോലെ സംസാരത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും വേദനകൾക്കും വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം അജ്ഞാനം എന്ന് നമ്മൾ പഠിച്ചു. അജ്ഞാനം എന്തിനെ കുറിച്ചുള്ള അജ്ഞാനമാണ്? അത് മനസ്സിലാക്കണമല്ലോ. മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർക്കണം. എന്തിനെ കുറിച്ചുള്ള അജ്ഞാനമാണ് ഈ സങ്കടത്തിലേക്കും സംസാരത്തിലേക്കും നമ്മളെ മുക്കി നിർത്തുന്നത്? ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം. അതാരാണ് അങ്ങനെ സംഭവിപ്പിച്ചത്? ആവരണ ശക്തി, മായയുടെ ആവരണ ശക്തി. ആവരണ ശക്തി മൂലം ആത്മാവിനെ കുറിച്ച് അറിയാതെ പോകുന്നു. അപ്പോ ആ തമഹ എന്നുള്ളതാണ് സംസാരത്തിന്റെ മൂലകാരണം. ബീജമാണ് വൃക്ഷത്തിന്റെ മൂലകാരണം. രണ്ടാമത് എന്താ പറയുന്നേ? ആദ്യത്തെ വരി, ബീജം സംസൃതി ഭൂമിജസ്യ തു തമോ ദേഹാത്മധീരങ്കുരഃ. ദേഹാത്മധീഹി അങ്കുരഃ. രണ്ടു വാക്ക്. ദേഹാത്മധീഹി അങ്കുരഃ. അങ്കുരം എന്ന് പറഞ്ഞാൽ അറിയാലോ, മുള. വിത്തില് മുളയുണ്ടാകുന്നുണ്ടല്ലോ അല്ലെ? അത് ബീജത്തില് വിത്തില് മുളയുണ്ടാകുന്നു, അങ്കുരഃ. അതുപോലെ സംസാരത്തിന്റെ കാര്യത്തില് ശരീരത്തിൽ അജ്ഞാനമാണെന്ന് പറഞ്ഞു, ആത്മാവിനെ കുറിച്ചുള്ള ജീവന്റെ അജ്ഞാനത്തെ പറഞ്ഞു. പിന്നെ എന്താ സംഭവിക്കണേ അവിടെ? മുള, വിത്തില് മുള വന്ന പോലെ ദേഹാത്മബുദ്ധി അവിടെ ഉണ്ടാകുന്നു. ഈ ശരീരത്തെ ആത്മാ എന്ന് വിചാരിക്കലാണ് ദേഹാത്മബുദ്ധി എന്ന് പറഞ്ഞാൽ. ദേഹാത്മധീഹി എന്നുള്ളതിനെ ബുദ്ധിയായിട്ടാണ് എടുക്കണം. ധീഹി എന്നുള്ളതിനെ ബുദ്ധിയായിട്ട് എടുക്കണം. ഇവിടെ ചിന്തയായിട്ട് എടുക്കാം. അപ്പൊ ദേഹാത്മബുദ്ധി, ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്ന ചിന്ത. ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്ന ചിന്ത ധീഹി. ദേഹത്തെ ഞാൻ എന്ന് വിചാരിക്കുന്ന ചിന്ത. ഇപ്പൊ രണ്ട് കാര്യമായി. ആദ്യം ബീജം വന്നു, അജ്ഞാനം വന്നു. പിന്നെ ഇവിടെ അങ്കുരഹ വന്നു. ഇവിടെ ദേഹത്തെ, ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്ന കാര്യവും ആയി. മൂന്നാമതായിട്ട് എന്താണ് സംഭവം? രാഗപല്ലവമമ്പു കർമ്മതുവപൂ എന്നാ പറയുന്നത് മൂന്നാമത്തെ വരിയില്. പല്ലവഹ, തളിരിൽ ചെറിയ വളർച്ച ഉണ്ടാവും അല്ലേ? വിത്ത് നട്ടു, അങ്കുരം വന്നു, പിന്നെ പല്ലവഹ, തളിരിടല്, ചെറിയ ചെറിയ വളർച്ചകൾ, അവിടെയൊക്കെ ചെറിയ ചെറിയ ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് സ്വല്പം ചെടി വലുതാകാൻ തുടങ്ങും. അതുപോലെ അജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുന്നില്ല. പിന്നീട് ശരീരത്തെ, ദേഹത്തെ ആത്മാ എന്ന് നനയ്ക്കുന്നു. മൂന്നാമതായിട്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും ജനിക്കും. ഇതുപോലെ അങ്കുരം കഴിഞ്ഞ് ചെറിയ ചെറിയ തളിരിലകള്, ചെറിയ ചെറിയ കമ്പുകളൊക്കെ വളർന്നു വരുന്ന പോലെ ചെറിയ വളർച്ച. അതുപോലെയാണ് ശരീരത്തില്. ശരീരമാണ് ആത്മാ, ഞാൻ ശരീരം എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ആഗ്രഹങ്ങളും മോഹങ്ങളും തുടങ്ങും. മൂന്നാമത്തെ കാര്യം അങ്ങനെ, ആഗ്രഹവും മോഹവും. ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധി വന്നാൽ ഉടൻ ആഗ്രഹങ്ങൾ വരും. ഞാൻ ഈ ശരീരം എന്ന തോന്നൽ വന്നാൽ ഉടനടി ആഗ്രഹങ്ങൾ വരും. ശരീരം ഞാൻ എന്ന ബുദ്ധി പോയാൽ ആഗ്രഹം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മോക്ഷം വേണമെങ്കിൽ ഈ ശരീരമല്ല ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയണം എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പോഴേ ഈ രാഗദ്വേഷങ്ങളൊക്കെ പോവുകയുള്ളൂ. അതെങ്ങനെയാ അറിയുക? ഈ ശരീരം ഞാൻ എന്ന ബുദ്ധി പോയാൽ ആഗ്രഹം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? ഞാൻ എളുപ്പവഴിയുണ്ട്, ദിവസം അറിയുന്നുണ്ട്. എങ്ങനെയാണ്? ഉറങ്ങുമ്പോൾ അറിയുന്നുണ്ടല്ലോ. നല്ല എന്താ പറയാ, ഗാഠമായ നിദ്രയില് ഒരു രാഗവും ഇല്ല, ഒരു ദ്വേഷവും ഇല്ല, ഒന്നുമില്ല, ഒരു ആഗ്രഹങ്ങളും ഇല്ല, മോഹങ്ങളും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എണീക്കുമ്പോ പറയുകയും ചെയ്യും സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. എന്തെങ്കിലും ആഗ്രഹം സാധിച്ചോ? ഇല്ല. എന്തെങ്കിലും വേദന ഉണ്ടായോ? ഇല്ല. അപ്പോ രസകരമായിട്ടുള്ളൊരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോ ശരീരബോധം ഇല്ലാതെ കണ്ടിരുന്നാൽ എങ്ങനെ സന്തോഷം ഉണ്ടാവും എന്നുള്ളതിന്റെ വ്യക്തമായ ഇതാണ് ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സംഭവം. അപ്പോ
ശരീരമെന്ന ചിന്ത, ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരു ആഗ്രഹങ്ങളും അവിടെ ഇല്ല. നല്ല ആനന്ദം, നല്ല ഉറക്കം. ഉണരുമ്പോ ഒട്ടനെ എന്താവും? ഉണരൽ എന്നാൽ ശരീരാഭിമാനം ഉണ്ടാകലാണ്. ഉണരുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അഭിമാനം വരുന്നു. അപ്പൊ ഉടനെ ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങും. എല്ലാവിധ ആഗ്രഹങ്ങളും ശരീരബോധം ഉണർന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാം തുടങ്ങും. അപ്പോ അങ്ങനെയാണ് തളിരുകൾ ഉണ്ടാകുന്നതിനെയും രാഗം മോഹം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. അടുത്തത് പറയുന്നത് രാഗ പല്ലവ കഴിഞ്ഞു. അമ്പു കർമ്മതു വപു. അമ്പു, അമ്പു എന്ന് പറഞ്ഞാൽ ജലം. അമ്പു ജലം. കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ. ഇവിടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതിനെ പാപപുണ്യങ്ങൾ എന്നാണ് ഇവിടെ കർമ്മ എന്നുള്ളതിന്റെ എടുക്കേണ്ടത്. പാപപുണ്യങ്ങൾ എന്നാണ് ഇവിടെ എടുക്കേണ്ടത്. അമ്പു ജലം, കർമ്മ എന്നുള്ളതിന് പാപപുണ്യങ്ങൾ എന്ന് എടുക്കണം. എങ്ങനെയാണ് അതിനെ പറയുന്നത്? മരത്തിന് വളരാൻ എന്താ വേണ്ടത്? ജലം വേണം. മരത്തിന് വളരുവാൻ ജലം വേണം. അതുപോലെ നമുക്ക് എന്താ വേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ജനിച്ച് മരിക്കുന്നവരെ എന്താണ് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് എന്താണ്? പാപപുണ്യ ഫലങ്ങൾ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യ ഫലങ്ങളാണ് ഈ ജന്മത്തില് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയം വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും പാപപുണ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചതല്ലേ, വിശദമായിട്ട് പഠിച്ച ഭാഗങ്ങളാണിത്. അപ്പൊ ഇവിടെ ജലത്തിന് എങ്ങനെയാണോ ചെടി വളരുവാൻ, വൃക്ഷം വളരുവാനായിട്ട് ജലം വേണ്ടത്, ജലം വളർത്തുന്നത്, അതുപോലെ പാപപുണ്യ ഫലങ്ങൾ നമ്മളെ സംസാരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. സംസാരത്തിൽ ആരാണ് സംസാരത്തിൽ മുക്കി വളർത്തുക എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ മുഴുകുക എന്നുള്ളതാണ്. സംസാരത്തിൽ എന്താ മുഴുകാൻ കാരണം? പാപപുണ്യ ഫലങ്ങൾ സുഖത്തെയും ദുഃഖത്തെയും തന്നുകൊണ്ടേയിരിക്കുന്നു. സുഖം തരും, കുറച്ച് കഴിയുമ്പോഴേക്കും ദുഃഖം തരും, വീണ്ടും സുഖം തരും, വീണ്ടും ദുഃഖം തരും, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സുഖദുഃഖം അനുഭവിക്കാൻ എന്താ വേണ്ടത്? ദേഹാഭിമാനം വേണം. അപ്പോഴേ സുഖദുഃഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. ദേഹാഭിമാനത്തിലാണ് അതെല്ലാം സംഭവിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു ജീവന് ജീവിക്കണമെങ്കിൽ അവന് മുഖ്യമായി പാപപുണ്യം എന്ന കർമ്മങ്ങൾ വേണം. ഒരു ജീവൻ ഇവിടെ ജീവിക്കണമെങ്കിൽ അവൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രാരബ്ധം, പാപപുണ്യഫലങ്ങള് അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലല്ലോ. പാപപുണ്യഫലങ്ങൾ അനുഭവിക്കാനുള്ളത് കൊണ്ടാണ് ജന്മമെടുക്കുന്നത്. അപ്പൊ അവന്റെ കൂടെ അതുണ്ട്, അത് മാറ്റാനൊന്നും പറ്റില്ല. അതാണ് പ്രതിഷ്ഠ, അത് കൂടെ ഉണ്ട്, വേരൂന്നിയിട്ടുണ്ട്. അപ്പോ മുഖ്യമായി പാപപുണ്യം എന്ന കർമ്മം വേണം. അതിനാലാണ് മരത്തിന് വളരാൻ ജലം എന്ന പോലെ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. മരത്തിന് വളരാൻ ജലം എന്ന പോലെ കർമ്മ, പാപപുണ്യങ്ങള് ഒരു ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി അപ്പോ ബീജം സംസൃതി ഭൂമിജസ്യ തുതമോ ദേഹാത്മധീരങ്കുര രാഗപല്ലവമമ്പു കർമ്മതു വപു സ്കന്ദോ. വപു സ്കന്ദോ അസവശാഖിക. സ്കന്ദ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ തടി, സ്റ്റം എന്ന് പറയാം. വൃക്ഷത്തിന്റെ തടി അഥവാ സ്റ്റം, സ്കന്ദ. ഇപ്പുറത്തെ സംസാരത്തിന്റെ ഭാഗത്ത് എന്താ പറയുന്നേ? വപുഹു, നമ്മുടെ സ്ഥൂല ശരീരം. വപുഹു, അവിടത്തെ മരത്തിന്റെ തടി പോലെ ഇവിടെ നമ്മുടെ ശരീരം. മരത്തിന്റെ മുഖ്യഭാഗം എന്താണ്? ആ വലിയ തടിയാണ് മരത്തിന്റെ മുഖ്യമായിട്ടുള്ള ഭാഗം. ഇവിടെയോ പലതരം ശരീരങ്ങള്, പലതരം മൃഗങ്ങള്, പലതരം പക്ഷികള്, അങ്ങനെ പല 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 ശരീരങ്ങൾ. പല ജീവികൾക്കും പലതരം ലോകം, അല്ലെ? പക്ഷികൾക്ക് അവരുടെ ലോകം, മൃഗങ്ങൾക്ക് അവരുടെ ലോകം, പുഴുക്കൾക്ക് അവരുടെ ലോകം, പ്രാണികൾക്ക് അവരുടെ ലോകം, ഈച്ച മുതലായ അവർക്കൊക്കെ അവരുടെ ലോകം. എല്ലാവർക്കും അവരുടേതായ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. എല്ലാവരോടും ഒന്നിച്ച് നമുക്ക് കാണാം, പക്ഷെ ഓരോരുത്തരും അവനവന്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. പലതരം ശരീരങ്ങളാണ് പലർക്കും. അവർ പലരും പല ലോകങ്ങളിൽ ജീവിക്കുന്നു. അവനവന്റെ മനസ്സിൽ ഓരോരുത്തർക്കും വേറെ 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 ലോകങ്ങളാണ്. അതിനാൽ
ഇപ്പോൾ അനുഭവിക്കുന്ന സംസാരം എന്തിനെ ആശ്രയിച്ചിരിക്കും? അവർക്ക് ഓരോരുത്തർക്കും നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയപ്പോ നമ്മൾ മനുഷ്യ ലോകത്തിലാണ് ജീവിക്കുന്നത്. ആനയുടെ ആനയ്ക്ക് കിട്ടിയിരിക്കുന്ന ശരീരം, ആനയുടെ ലോകത്ത് ജീവിക്കുന്നു. സിംഹം സിംഹത്തിന്റെ ലോകത്ത് ജീവിക്കുന്നു. പക്ഷികൾ പക്ഷികളുടെ ലോകത്ത് ജീവിക്കുന്നു. എല്ലാ ജീവികളും, ഓരോ ജീവിയും അവനവന് ശരീരം കിട്ടുമ്പോൾ അവനവന്റെ ഒരു ലോകം അവരുടെ ഉള്ളിലുണ്ട്. അതിലാണ് അവർ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മരത്തിന്റെ തടി പോലെ, മരത്തിന്റെ തടിയാണല്ലോ അതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. അതുപോലെ ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും അവന്റെ ശരീരമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതനുസരിച്ചാണ് ആ ശരീരം കിട്ടിയിരിക്കുന്നത് ഏതോ അതനുസരിച്ചുള്ള ജീവിതമാണ് സംഭവിക്കുന്നത്. തടി പോലെ, വൃക്ഷത്തിന്റെ തടി പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം, ഏത് ശരീരമാണോ കിട്ടുന്നത് അതനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. സംസാരം അതനുസരിച്ചാണ്, ഉടലിനനുസരിച്ച് എന്ന് ചുരുക്കം. പിന്നെന്താ പറയണേ? അസവ ശാഖികാഹ. അസവ ശാഖികാഹ. ശാഖികാഹ എന്ന് പറഞ്ഞാൽ ശാഖകൾ, മരത്തിന്റെ ശാഖകള്. ഇവിടെയോ ശരീരത്തിനോ അസവഹ, പ്രാണന്മാർ. 5 പ്രാണന്മാരില്ലേ? അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നൊക്കെ പറഞ്ഞ 5 പ്രാണങ്ങൾ ഉണ്ടല്ലോ. ആ 5 പ്രാണങ്ങൾ, അതാണ് അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ. അസവഹ പ്രാണന്മാർ. അസു എന്ന് പറഞ്ഞാൽ പ്രാണനാണ്. അസവഹ എന്ന് പറഞ്ഞാൽ പ്രാണന്മാര്. 5 പ്രാണന്മാരാണ് നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ടുള്ളത്, നമുക്കറിയാം. ചില്ലകള്, ശാഖകള്, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മരം നിലനിൽക്കുകയുള്ളൂ, അല്ലേ? എല്ലാ കമ്പും വെട്ടിക്കളഞ്ഞാൽ മരം ഉണ്ടാവോ? ഇല്ല. ശാഖകൾ വേണം മരത്തിന് ജീവിക്കണമെങ്കിൽ. അതുപോലെ നമ്മുടെ ശരീരത്തിന് പ്രാണവായു ഉണ്ടെങ്കിലേ ശരീരം നിലനിൽക്കുകയുള്ളൂ. മരത്തിന് ചില്ലകൾ, വൃക്ഷത്തിന് ശാഖകൾ ഉള്ളതുപോലെ ശരീരത്തില് 5 പ്രാണന്മാർ ഉണ്ട്. ശരീരത്തിന്റെ ശാഖകളായിട്ട് വേണമെങ്കിൽ പറയാം. മരത്തിന്റെ ശാഖകൾ പോലെ ശരീരത്തിന് 5 പ്രാണന്മാരുണ്ട്. അവരാണ് ഈ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ 6ാമത്തെ ശാഖികാഹ അസവഹ. അതവിടെ ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്ലോകത്തില്. സ്കന്ധോസവശാഖികാഹ. സ്കന്ധോ എന്ന് കഴിഞ്ഞിട്ട് ഒരു മാർക്കുണ്ട്, അത് ആ എന്നുള്ള അക്ഷരം ഇടയിലുണ്ട് എന്നുള്ളതിന്റെയാണ്. സ്കന്ധോസവശാഖികാഹ. അടുത്തത് അഗ്രാണീന്ദ്രിയ സംഹതിശ്ച വിഷയാഹ. അഗ്രാണീന്ദ്രിയ സംഹതി എന്താണ് പറയുന്നത്? അഗ്രാണി മുകൾ ഭാഗം, ശാഖകളുള്ള മുകൾ ഭാഗം, അറ്റത്തുള്ള തളിരുകൾ. ഓരോ ശാഖയിലും ധാരാളം തളിരുകൾ, അതിന്റെ അറ്റത്ത് ധാരാളം തളിരുകളും ഇലകളും ഒക്കെ ഉണ്ടാവും. അവയാണ് സൂര്യപ്രകാശം സ്വീകരിച്ച് ആ വൃക്ഷത്തിനുള്ള ഭക്ഷണം തയ്യാറാക്കി നിൽക്കുന്നത്. അപ്പൊ ആരാണ് സൂര്യനെ നേരിട്ട് കാണുന്ന ആൾക്കാർ? ആരാണ്? അഗ്രാണി എന്ന് പറയുന്നു ഇവിടെ. അതായത് ഏറ്റവും കൂടുതൽ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയാ, വൃക്ഷത്തിന്റെ തുമ്പ്, അറ്റഭാഗം എന്നൊക്കെ പറയാമല്ലോ. ചില്ലകളുടെ എൻഡ് എന്ന് പറയുന്ന ആ ഭാഗങ്ങള്, അവിടെയാണ് കൂടുതൽ ഇലകൾ ഉണ്ടാവുക. ആ ഇലകളൊക്കെ സൂര്യനെ കണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് വേണ്ടത് സ്വീകരിച്ച് അതിലുള്ള ശരീരത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളം എല്ലാം ഉപയോഗിച്ച്, മറ്റ് പദാർത്ഥങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. ആർക്കാണ് ഈ ഭക്ഷണം? ചെടിക്കുള്ള ഭക്ഷണം തന്നെ. അങ്ങനെയാണ് അത് വളരുന്നത്. ഭക്ഷണം സ്വയം ഉണ്ടാക്കി അത് കഴിച്ച് വളരുന്നു. വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, ബാക്കി പോരാത്ത ഭക്ഷണം ഇതിൽ നിന്ന്, സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് തയ്യാറാക്കി അങ്ങനെ ശരീരം വളരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ ശരീരത്തില് ഇന്ദ്രിയ സംഹതിഹി. ഇന്ദ്രിയ സംഹതിഹി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇന്ദ്രിയ സംഹതിഹി. ഇന്ദ്രിയ
എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, സംഹതി എന്ന് പറഞ്ഞാൽ കൂട്ടം. കുറെ ഇന്ദ്രിയങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെ. ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. എവിടെ നിന്ന് തരുന്നത്? പുറത്ത് നിന്ന്, ലോകത്തിൽ നിന്ന് ഇന്ദ്രിയമാണ് ഇതെല്ലാം എടുത്ത് ഈ ശരീരത്തിനെ പോഷിപ്പിക്കുന്നത്. ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തരുന്നത് ഇന്ദ്രിയങ്ങളാണ്. നിലനിർത്തുന്നത് പ്രാണനാണെന്ന് പറഞ്ഞു. ഇനി വേറെ അത് മാത്രം പോരല്ലോ, വെറുതെ നിലനിന്നാൽ പോരല്ലോ. ഭക്ഷണം, എല്ലാ ഇന്ദ്രിയങ്ങളും ഓരോരോ കാര്യങ്ങൾ സ്വീകരിക്കും. ഇന്ദ്രിയങ്ങളാണ് ലോകവുമായി ബന്ധപ്പെടുത്തുന്നത്. നമ്മളെ ലോകവുമായി ബന്ധപ്പെടുത്തുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോ ആ ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം ചില്ലകളിലെ ഉള്ള തളിരുകൾ പോലെ അഗ്രാണി അവിടെയുള്ള ആ ഇലകളും കാര്യങ്ങളൊക്കെ വൃക്ഷത്തിന്റെ അറ്റം പോലെ ഇന്ദ്രിയങ്ങളാണ് ലോകവുമായി നമ്മളെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാക്കുകൊണ്ട് രസമറിയുന്നു, വലിയ ലോകത്തെ ചെറിയ കണ്ണുകൊണ്ട് കാണുന്നു അല്ലെ. എത്ര ചെറിയ കണ്ണാ നമ്മുടെ ലോകമോ, എത്ര വലുത്. ഈ വലിയ ലോകത്തെ ഈ ചെറിയ കണ്ണുകൊണ്ട് കാണുന്നു. വലിയ ശബ്ദങ്ങളെ ചെറിയ ചെവി കൊണ്ട് കേൾക്കുന്നു. നല്ല ശബ്ദങ്ങളെ കേൾക്കുന്നു, ഭയങ്കരമായ ശബ്ദങ്ങളെ കേൾക്കുന്നു. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാണ് ലോകത്ത് നിന്ന് നമ്മളെ ശരിയായിട്ട് ലോകത്തെ മനസ്സിലാക്കി തരുന്നത്. ഇന്ദ്രിയങ്ങളാണ്. എങ്ങനെയാണോ അഗ്രാണി വൃക്ഷങ്ങള് അവിടെ ചെയ്യുന്നത്, വൃക്ഷങ്ങളിലുള്ള ഇലകളും എല്ലാം കൂടെ ആ വലിയ വൃക്ഷത്തിന്റെ അറ്റത്തുള്ള അവര് സൂര്യരശ്മിയിൽ നിന്നെല്ലാം നേരി കൊടുക്കുന്നത്, അതുപോലെ ഇവിടെ ഇന്ദ്രിയങ്ങള് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയോ പുഷ്പാണി വിഷയാഹ പുഷ്പാണി ദുഃഖം ഫലം. 4 കാര്യങ്ങളാ പറയണേ. അഗ്രാണീന്ദ്രിയ സംഹതിശ്ച വിഷയാഹ പുഷ്പാണി ദുഃഖം ഫലം. എന്താണ് അവിടെ നോക്കാം. പുഷ്പങ്ങള്, വൃക്ഷത്തിൽ ഉണ്ടാകുന്ന പൂക്കള്. മരത്തിന്റെ ഭംഗി ഏതിലാ? അതിന്റെ പൂക്കളിലാണ് അല്ലെ. ഒരു വൃക്ഷം ഏറ്റവും ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? അതിൽ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ അതിന് നല്ല ഭംഗിയുണ്ട് എന്ന് പറയും. എല്ലാവരെയും ആകർഷിക്കും. അപ്പോൾ ആ വൃക്ഷം എല്ലാവരെയും ആകർഷിക്കും. നല്ല പുഷ്പങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷണം ഉണ്ടാകും. കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? നാം അതിനെ കൂടുതൽ പരിപാലിക്കും. ഇപ്പൊ നമ്മുടെ ഗാർഡനിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു ചെടിയും പൂക്കൾ ഇല്ലാത്തൊരു ചെടിയും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഇഷ്ടം കൂടുതൽ ആരോടായിരിക്കും? ധാരാളം പൂക്കളുള്ള ആ വൃക്ഷത്തോട് അല്ലെങ്കിൽ ആ ചെടിയുടെ അടുത്ത്. അതിനെ കൂടുതൽ നമ്മൾ സംരക്ഷിക്കും. സാധാരണ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതനുസരിച്ചല്ലേ. അപ്പൊ നോർമൽ കോഴ്സിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പുഷ്പങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരെണ്ണത്തിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, കൂടുതൽ പരിപാലിക്കും. അതുപോലെ വിഷയാഹ ആണ് ശരീരത്തിന്. വിഷയാഹ എന്ന് പറഞ്ഞാൽ സുഖം തരുന്ന വസ്തുക്കളെയാണ് വിഷയം എന്ന് പറയുക. വിഷയാഹ എപ്പോഴും ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിഷയം. സുഖം തരുന്ന വസ്തുക്കളെക്കൊക്കെ വിഷയം എന്ന് പറയും. പല വിധത്തിലുള്ള വസ്തുക്കൾ നമുക്ക് സുഖം തരും ഇല്ലേ. ഒരു വസ്തു അല്ലല്ലോ, എത്രയോ വസ്തുക്കൾ, ഓരോ വെറൈറ്റി, ഇഷ്ടം പോലെ വെറൈറ്റി ലോകത്തിലുണ്ട്. ഓരോ ജീവനും ഏതാണോ സുഖം അതനുസരിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഈശ്വരൻ സൃഷ്ടി നടത്തിയിട്ടുണ്ട്. ഇനി ആ സുഖം തരുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും? നമ്മെ ആകർഷിക്കും, ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കും, എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കും. പക്ഷെ പൂക്കൾക്ക് എങ്ങനെയാ? അവർക്കൊരു സീസൺ ഉണ്ട്. ആ സീസണിലെ അതുണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് സീസൺ ഒന്നുമില്ല. എപ്പോഴും വിഷയവസ്തുക്കൾ എപ്പ കിട്ടിയാലും സന്തോഷമാണ്. എപ്പ കിട്ടിയാലും നമ്മൾ സന്തോഷിക്കും. നമുക്ക് സീസൺ ഒന്നുമില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ പ്രായമായവരെ, അവര് നമുക്ക് സുഖം തരുന്നവരല്ല ഒരു വീട്ടില് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ. വളരെ ഒരു ആചാര്യം പറഞ്ഞാണ്, വീട്ടിലുള്ള പ്രായമായവര് പലപ്പോഴും ഇപ്പോ പ്രത്യേകിച്ചും ഈ കാലത്ത് അവർ നമുക്ക് സുഖം തരുന്നവരായി ആരും കാണുന്നില്ല. അവര് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത്, പലരും കാണുന്നത്. അപ്പൊ ഒരു കാലത്ത് അവർ സുഖം തന്നിരുന്നു. അവരിൽ അതൊരു ഭോഗവസ്തുവായിട്ട് അവരുണ്ടായിരുന്നു. അവരിൽ നിന്ന് പലതും നമ്മൾ നേടിയിരുന്നു.
പിന്നീട് അതൊന്നും കിട്ടാതെയായി അവര് പ്രായമായി അവർക്കൊന്നും നമുക്ക് തരാൻ വയ്യാണ്ടായപ്പോൾ ആ ആകർഷണം, നേരത്തെ പറഞ്ഞ പൂവ് എന്നുള്ള ആകർഷണം അവിടെ ഉണ്ടായ പോലെ ഇവിടെ ഉണ്ടാകുന്നില്ല. പ്രായമായപ്പോൾ അതിന് വിലയില്ലാതെ കണ്ടായി അവർ വേസ്റ്റായി മാറുന്ന ഒരു സാഹചര്യം ആണ്. ഇത് വളരെ പ്രസക്തമാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. സുഖം തരുന്ന ഈ ലോകത്തെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുമില്ല. പ്രായമായവർക്ക് ഈ സുഖം തരുന്ന ലോകത്തെ ഉപേക്ഷിക്കാനും വയ്യ. അതേസമയം പ്രായമായി മറ്റുള്ളവർക്ക് നമ്മൾ സുഖം നൽകുന്ന വസ്തുവുമല്ല. വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രായം എന്നുള്ളൊരു കേസ്. പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ലോകത്തെ ഉപേക്ഷിക്കാൻ വയ്യ. പല സുഖങ്ങളും ഇനിയും കിട്ടും 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 എന്ന് വിചാരിച്ചിട്ടിരിക്കും. ഡോക്ടറെ കാണും, പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ട് നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എത്രയാണെങ്കിലും പിന്നെയും അത് പ്രതീക്ഷിക്കും. പക്ഷെ മറ്റുള്ളവരോ, അവർക്ക് ഇതൊരു സുഖം നൽകുന്ന വസ്തുവല്ല. അപ്പൊ ഇതിനെ ഒരു വേസ്റ്റ് ആയിട്ട് അവർ കാണുകയും ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് തത്വജ്ഞാനത്തിന് ശ്രമിക്കാത്തത്? പ്രായമായിട്ടെങ്കിലും തത്വജ്ഞാനത്തിന് ശ്രമിക്കണ്ടേ? ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും തത്വജ്ഞാനത്തിന് ശ്രമിക്കണ്ടേ? എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഇതാണ്. ഇവര് സുഖം നൽകുന്ന വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാത്തത് കൊണ്ടാണ്. വിഷയങ്ങൾ ആകർഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളോടുള്ള ആകർഷണം കൊണ്ടാണ് തത്വജ്ഞാനത്തിലേക്ക് മനസ്സ് തിരിയാത്തത്. കാരണം നമുക്ക് ചുറ്റും എല്ലാം സുഖം തരുന്ന വസ്തുക്കളാണ്. നമ്മുടെ സാധാരണ ലൗകിക ജീവിതത്തിൽ സുഖം എന്ന് വ്യാഖ്യാനിക്കുന്ന ആ സുഖം, അത് ടെമ്പററി ആണ്, അല്ലെങ്കിൽ നശിക്കുന്ന സുഖമാണ് എന്ന് അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ പുറകെ പോകും. നമുക്ക് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സസ് ഉപസംഹരിക്കാം. ഇന്ന് രാമായണ മാസത്തിന്റെ അവസാനമായ കാരണം കുട്ടികളുടെ പ്രഭാഷണം ഉടനെ തുടങ്ങേണ്ടതുണ്ട്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. പറ്റുന്നവരൊക്കെ ഇന്ന് രാമായണത്തിന്റെ അവസാന ഭാഗമാണ്, പറ്റുന്നവരൊക്കെ ഒന്ന് കയറുക. സെയിം ലിങ്ക് തന്നെയാണ്. സായിരാം. സായിരാം സാർ. സായിരാം.